ശ്രീ ജയശങ്കർ, ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുമ്പോൾ പലരും പറഞ്ഞിരുന്നത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കൊച്ചി വരെയുള്ള യാത്രയുടെ സമയമേ ഉള്ളൂ, അവിടെ എത്തി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയാൽ ഉടൻ ജാമ്യം കിട്ടും. അവിടെ കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചു ഹൈക്കോടതിയിലേക്ക് ഈ കേസ് ചെന്നാൽ ഉടൻ ജാമ്യം കിട്ടും. പക്ഷേ ഹൈക്കോടതി പൊതു ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് വാക്കാൽ നൽകുന്നു. അതിനുശേഷം ഇത് പെട്ടെന്ന് പരിഗണിക്കേണ്ടത് എന്തുകൊണ്ടാണ്, അതിനുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിക്കുന്നു. പിന്നാലെ ഇത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഏത് പോലീസുകാരനും ജാമ്യം കൊടുക്കാവുന്ന ഒരു കുറ്റമാണെന്ന ധാരണ ഇപ്പോൾ മാറുകയാണോ? അല്ല, ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയോ കൊടുക്കില്ല എന്നുള്ള വേറൊരു കാര്യമാണ്. ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് സാമാന്യമായിട്ട് നിരീക്ഷിക്കാം. ഇവിടെ അഭിലാഷ് പറഞ്ഞ എല്ലാ അഭിപ്രായത്തോടും ഞാൻ യോജിക്കും. ഈ ന്യായാധിപന്മാർ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതുവരെ ജാമ്യം കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ, ഇവരാരും യുറാനസിൽ നിന്നോ നെപ്റ്റ്യൂണിൽ നിന്നൊന്നും വന്നവരല്ല. ഇവരൊക്കെ ഈ നാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന് മലയാള മനോരമ, മാതൃഭൂമിയൊക്കെ വായിച്ച് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലുള്ള TV ചാനലുകളൊക്കെ കാണുന്നവരാണ്. അവർ അരിയാഹാരം കഴിക്കുന്നവരാണ്. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ മഹാൻ്റെ രീതികൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏത് രീതിയിലാണ്, വർത്തമാനം ഏത് രീതിയിലാണ്, സംസാരം എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ സാമാന്യ ധാരണയുള്ളവരാണ്. കേസ് കേൾക്കുന്ന മജിസ്ട്രേറ്റാണെങ്കിലും ഇപ്പോൾ പരിഗണിക്കുന്ന ജഡ്ജി ആണെങ്കിലും ആരാണെങ്കിലും ഇവരാരും അങ്ങനെ പഴയ മഹാഭാരതത്തിലെ ഗാന്ധാരിയെ പോലെ കണ്ണുകെട്ടി അന്ധത സ്വയം ഭരിച്ചവരല്ല. അങ്ങനെ ആകാനും പറ്റുകയില്ല ഇന്നത്തെ കാലത്ത്. ഇത് 21-ാം നൂറ്റാണ്ടാണ്. പിന്നെ ഇദ്ദേഹം ഒരു തവണ ഈ സ്ത്രീയെക്കുറിച്ച്, സിനിമ നടിയായിട്ട് ആരാകട്ടെ, മാത്രമല്ലല്ലോ അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണശാലയിൽ ഇവരെ അതിഥിയായിട്ട് വിളിച്ചു കൊണ്ടുവന്നു. അവിടെ വച്ച് അദ്ദേഹം ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറി. അവർ പോട്ടെ എന്ന് വിചാരിച്ച് സഹിച്ചു. നിരന്തരമായി ഇവരെക്കുറിച്ച് ഇതുപോലെ അപവാദങ്ങൾ, അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും അഭിനന്ദനപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ പരാമർശവും ഓരോ കുറ്റകൃത്യമാണ്. അതിന് ഓരോന്ന് പ്രത്യേകം ചാറിയണം. എന്നാലേ ശരിക്കും നീതിയുടെ താല്പര്യങ്ങൾ പാലിക്കപ്പെടുകയുള്ളൂ. പോലീസുകാരങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സ്വർണ്ണാഭരണശാലയുടെ ഉദ്ഘാടന വേളയിൽ ചെയ്തു ഒരു കുറ്റം, അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ നടത്തിയ പരാമർശം രണ്ടാമത്തത്. അങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ എന്ത് സംഭവിക്കും? ജാമ്യത്തിൽ ഇറങ്ങുന്ന നിമിഷത്തിൽ അദ്ദേഹം മറ്റെന്തെങ്കിലും ആഭാസത്തരം പറയും. ഇത് ഈ സ്ത്രീയോട് മാത്രമല്ലോ ചെയ്ത്. അങ്ങനെയാണെങ്കിലും പോട്ടെ എന്ന് വെക്കാം. ഇവരോടെന്തോ പൂർവ്വവൈരാഗ്യമുണ്ട്. അല്ലെങ്കിൽ അവരോട് അദ്ദേഹത്തിന് ഈ സ്വർണ്ണാഭരണശാലയുടെ ഉദ്ഘാടനത്തിന് ശേഷം എന്തെങ്കിലും വൈരാഗ്യം തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തി നോക്കാം. അങ്ങനെയല്ല, അദ്ദേഹം ചെറിയ കുട്ടികളോടും ഇതുപോലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളോടും ഇത് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തോട്ട് ചികിത്സിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ പീനൽ കോഡിൽ അതിന് വകുപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമ്മളിപ്പോൾ തൽക്കാലം സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്ര കാര്യമുള്ളൂ. ശരിക്കും ഇതിനൊക്കെ നമ്മുടെ ഈ നീതിന്യായ സംവിധാനം പരിഷ്കരിക്കണം. പീനൽ കോഡിൻ്റെ സ്ഥാനത്ത് കുറച്ചുകൂടി മാനുഷികമായിട്ടുള്ള വേറെ എന്തെങ്കിലും സ്ഥാനം കൊണ്ടുവരും. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അപ്പം തന്നെ അടുത്തുള്ള മാനസിക രോഗ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കേണ്ടവർക്ക് ഷോക്ക് കൊടുക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ചൊക്കെ പരിഹാരമുണ്ടോ? പിന്നെ ഈ ഇതുകൊണ്ടൊരു മെച്ചമുണ്ടായത് പിണറായി വിജയൻ എന്തുകൊണ്ടാണ്, ഒരു പക്ഷേ ഒരു നടിയായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പോലീസിന് ഡയറക്ഷൻ കൊടുത്തത്. സാധാരണക്കാരിയായ സ്ത്രീ ചെന്ന് പരാതി കൊടുത്താൽ ഒന്നും നടക്കുകയില്ല. ഇദ്ദേഹത്തിൻ്റെ ഇതപര്യന്തമുള്ള ഇരകളെല്ലാവരും തന്നെ സാധാരണക്കാരും പാവങ്ങളും ഒക്കെ ആയിരുന്നു. അവർക്ക് പരാതിപ്പെടാൻ പോലും കഴിഞ്ഞില്ല. ഇയാൾ സമ്പന്നനാണല്ലോ, അയാൾക്ക് വലിയ സ്വാധീനമുണ്ടല്ലോ, പരാതി കൊടുത്താലും ഫലമില്ല എന്ന് വിചാരിച്ചാൽ ആരും പോലീസിൽ പോയില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് ആവേശം വർദ്ധിച്ചത്, ആരെക്കുറിച്ച് എന്തും പറഞ്ഞോളാം എന്നൊരു മാനസികാവസ്ഥയിലെത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ആവേശത്തിന് ഒരു തടങ്കലിടാനായിട്ട് നടി എന്നുള്ള പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അവരുടെ കണ്ണീറിന് അല്ലെങ്കിൽ അവരുടെ പരിദേവനത്തിന് വില കൽപ്പിച്ചത്. എന്തുമാട്ടെ, ഞാനതിൽ തെറ്റ് പറയല്ല. മുഖ്യമന്ത്രി ആണെങ്കിലും ഒരിക്കൽ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ സുതാര്യമായിട്ട് ആർജവത്തോടി പെരുമാറിയത് നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കണം. ഏതായാലും പോലീസുകാർ സന്ദർഭത്തിനൊത്ത് ഉയർന്നു. മുമ്പ് ചില സിനിമാ നടന്മാരുടെ കാര്യത്തിലൊക്കെ കാണിച്ച പോലും ഉദാസീനത ഉണ്ടായില്ല. അദ്ദേഹത്തെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു. വയനാട്ടിൽ നിന്ന് കൊച്ചിയിൽ കൊണ്ടുവന്നു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. അഡ്വക്കേറ്റ് രാമൻപിള്ള ചെറിയ ആളല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഘോരമായ പ്രസംഗം കേട്ടിട്ട് ഒരു മജിസ്ട്രേറ്റിൻ്റെ മനസ്സലിഞ്ഞില്ല. ഈ ചപ്പടാച്ചിയുടെ മുമ്പിലും അല്ലെങ്കിൽ വാചോവിലാസത്തിന് മുമ്പിലും അവർ കൂസിയില്ല. അതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സബ് ജയിലിലേക്ക് വിട്ടത്.
ഇത് തന്നെ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. ഹൈക്കോടതിയിൽ വന്നപ്പോഴും ബോബി ചെമ്മണ്ണൂർ വളരെ സമ്പന്നനാണ്, വളരെ പൈസക്കാരനാണ്, സംസ്ഥാനത്തെ ഏറ്റവും ഗംഭീരനായ വക്കീലാണ്, അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത് എന്ന് വിചാരിച്ചിട്ടും കോടതി എന്നാൽ ജാമ്യം കൊടുത്തു കളയാം എന്ന് വിചാരിച്ചില്ല. അദ്ദേഹം 2 ദിവസം കൂടി അവിടെ കിടക്കട്ടെ, നമുക്ക് ചൊവ്വാഴ്ച കേൾക്കാം, വിശദമായിട്ട് കേൾക്കാം എന്ന് പറഞ്ഞ് കേസ് മാറ്റിവെക്കണേ ചെയ്താൽ അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഇതുപോലുള്ള ആളുകൾ കുറച്ച് ദിവസമെങ്കിലുമൊക്കെ നിലത്ത് നിറയിൽ കിടക്കട്ടെ, ഇങ്ങനെയും ഒരു ജീവിതമുണ്ട് എന്ന് പുള്ളി മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആത്യന്തികമായിട്ട് ഇതൊക്കെ കോടതിയിൽ വിചാരണ ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിലാഷിനും അറിയാം, എനിക്കും അറിയാം, വിനൂരിനും അറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം, അത് ബോബി ചെമ്മണ്ണൂരിനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം എന്ന് വെച്ചാൽ ഈ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഈ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രത്യേക സിനിമാ നടിയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് അല്ലാത്തവരും ഒക്കെ നിരന്തരമായി ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അവരാരും ബോബി ചെമ്മണ്ണൂരിന് അത്ര പ്രസിദ്ധരല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും എതിരെ പരാതി കൊടുക്കുന്ന പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഈ പാവപ്പെട്ട സിനിമാ നടി സഹിക്കണം. ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുക്കുകയും അയാളെ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തുകൊണ്ടൊരു മെച്ചമുണ്ടായെന്നറിയാമോ? ഈ നേരത്തെ ഇട്ട എല്ലാ കമ്മിറ്റികളും സെക്കൻഡ് വെച്ച ആളുകൾ പിൻവലിച്ച് ജീവൻ കൊണ്ട് ഓടിക്കളയും. മനസ്സിലായില്ല. അപ്പോൾ ഇത് സത്യത്തിലൊരു നല്ല കാര്യമാണ്, ഇത് ഒരു പാഠമാകണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഞാൻ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത് മറ്റ് പല വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് പറയുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ പോലും ഇയാൾക്കെതിരെ കേസെടുത്തത് നന്നായി എന്നാണ് അഭിപ്രായം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഈ പ്രിവിലേജഡായിട്ടുള്ള ഒരു സിനിമാ നടി ആയതുകൊണ്ടാണ് പോലീസ് മുഖ്യമന്ത്രി ആണെങ്കിലും പോലീസാണെങ്കിലും ഉഷാറായിട്ട് പ്രവർത്തിച്ചു. ഒരു സാധാരണക്കാരനാണ് വിചാരിക്കുക, ആ സർക്കാർ ഇടപെടുകയില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മനോരമ ന്യൂസ് ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും അറിയുന്ന ആളാണ് ഷാനി പ്രഭാകരൻ പരാതി കൊടുത്തപ്പോൾ പോലീസ് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും കേസെടുക്കുകയും പ്രതികളെ ഓടിച്ചിട്ട് പിടിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് കുറേ ദിവസമൊക്കെ ജയിലിൽ കിടക്കേണ്ടിയിരുന്നു. അതേസമയത്ത് അതേ ചാനലിൽ തന്നെയുള്ള മറ്റൊരു മാധ്യമപ്രവർത്തകർ, അവരുടെ പേര് നിഷ പുരുഷോത്തമൻ എന്നാണ്, അവർ കൊടുത്തു പരാതി. പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല. കാരണം ഈ നിഷയ്ക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിയ ആളുകൾ മുഴുവനും മാർക്സിസ്റ്റുകാരാണ്. ഷാനിക്കെതിരായിട്ട് നടത്തിയത് കോൺഗ്രസ്സുകാരും BJP-ക്കാരാണ്. അപ്പോൾ പാർട്ടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇടപെടുന്നത്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും തെറ്റായ സന്ദേശം കൊടുക്കും. ഏത് നമ്മൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെങ്കിലും മാർക്സിസ്റ്റ് മച്ചമ്പി ആണെങ്കിൽ ആരെക്കുറിച്ച് എന്തും പറയാം, പോലീസ് കേസെടുക്കില്ല, കേസെടുത്താലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നറിയാം. മറിച്ച് ഭരിക്കുന്ന പാർട്ടിക്കാരോട് അനുഭവമുള്ള അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ആരോപണ വിധേയരായി നിൽക്കുന്നത് CPM-കാരാണെങ്കിൽ പോലീസുകാർ ഉന്മേഷഭരിതരായി ഉടനെ ചാടി. അങ്ങനെ പാടില്ല. എല്ലാവർക്കും തുല്യ നിലയിൽ തന്നെ നീതി നടപ്പാക്കണം. ഏത് സ്ത്രീയെ ആക്ഷേപിച്ച് അവമാനിച്ച് അവഹേളിച്ച് ഇതുപോലെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്താലും പോലീസ് ഒരേ നിലപാട് സ്വീകരിക്കണം. ഏതായാലും പോലീസിൻ്റെ ഈ നടപടി വളരെ ശ്ലാഘനീയമാണ്. കാരണം ഇദ്ദേഹത്തെ പോലെ ഇത്ര സമ്പന്നരായ ഒരാൾ എന്ന് ഭക്ഷണത്തിനോ പറഞ്ഞ് ഇനി ഇതുപോലെയുള്ള കലാപരിപാടി തുടരാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ലിപ്പിടാനായിട്ട് തൽക്കാലത്തേക്ക് ഇതുകൊണ്ട് സാധിച്ചു. കുറച്ച് ദിവസം അദ്ദേഹം അവിടെ വിശ്രമിക്കട്ടെ. ഈ ജീവിതത്തിൽ വിശ്രമം വേണമല്ലോ. സബ് ജയിലിൽ വിശ്രമിക്കാൻ വളരെ നല്ല സ്ഥലമാണ്. കൊതുക് ശല്യം ഉണ്ടോ എന്നുള്ളത് മാത്രം ഒന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം. ശ്രീ ജയശങ്കർ, നേരത്തെ ഈ നിഷാ പുരുഷോത്തമനെതിരായ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞു. അത് കോവിഡ് കാലത്ത് നടന്ന കൊള്ളകളെക്കുറിച്ച് അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിൻ്റെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞ ശരിയായ ചില കാര്യങ്ങൾക്കാണ്, ശക്തമായ വിമർശനത്തിനാണ്. അവരെ ആക്രമിച്ചത് മുഴുവൻ ശൈലജ ടീച്ചറിന് വേണ്ടി CPM സൈബർ സംഘമാണ്. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അനുസ്മരിക്കുന്നത് നല്ലതാണ്. ഇതേ ശൈലജ ടീച്ചറിനെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാണ് കാഫർ ഷോട്ടുമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-കാർ ഇറങ്ങിയത്. അതെ, കാഫർ ഷോട്ട് തന്നെ ആരുണ്ടാക്കിയെന്നുള്ളത് മനസ്സിലായി, പിന്നീട് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത് ഈ ശൈലജ ടീച്ചറിന് പോലും ഈ പറയുന്നത് തെറ്റാണ്. അവരൊരു സ്ത്രീയല്ലേ, കേരളത്തിലെ ഒരു മന്ത്രിയല്ലേ, ഉത്തരവാദിത്തമുള്ള മന്ത്രിയല്ലേ, ഭരണഘടനയിൽ കയറി പിടിച്ച് സത്യം ചെയ്ത ഒരു വ്യക്തിയല്ലേ. ശൈലജ ടീച്ചറിന് പറയാൻ തോന്നുന്നു ഈ നിഷ പുരുഷോത്തമൻ എന്നെ വിമർശിച്ചു, അത് രാഷ്ട്രീയമായ വിമർശനമാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്, അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് ശരിയല്ല. അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് സഖാക്കൾ പറയുന്നതുമായ ദുഃഖകരമായ കാര്യങ്ങൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് അവരെ വ്യക്തിപരമായി ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തേജോവധം ചെയ്യുന്നത് അപലപനീയമാണെന്ന് പറയാൻ ടീച്ചർക്ക് തോന്നിയില്ലോ. അവർ വലിയ മാതാവ് എന്താണ് ടീച്ചർ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പോൾ അവർക്ക് പോലും സാധിച്ചില്ല. കാരണം അവർ അങ്ങനെ പറഞ്ഞാൽ അവർ സഖാക്കളുടെ ശത്രുവായിട്ട് മാറും, കാരണഭൂതനടക്കം അവർക്കെതിരോ. അപ്പോൾ ഈ നിഷ പുരുഷോത്തമനല്ല ആരും ആയിക്കോട്ടെ, ഇനി ബിനു ബി ജോൺ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവിടെ ഒരു വിലയും കൽപ്പിക്കുകയില്ല. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ പോലീസ് കേസെടുക്കും, അല്ലെങ്കിൽ
ആ പരാതി കൊടുക്കുന്നവന് ഇളിഭ്യനാകും, അയാൾ പരിഹാസ്യനാകും എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. നിഷ പുരുഷോത്തമൻ്റെ മാത്രം കാര്യമില്ല, ആർക്കാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. മാധ്യമപ്രവർത്തകനായിക്കോട്ടെ, അതല്ല മാധ്യമപ്രവർത്തക ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, സിനിമാ നടനോ സിനിമാ നടിയോ ആരായാലും ഇത് രാഷ്ട്രീയം നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ നിലയും വിലയും അന്തസ്സും നോക്കിയിട്ടാണ് പോലീസ് കേസെടുക്കുകയും പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് നീതി നടത്തിപ്പിൽ യാതൊരു വിശ്വാസവും ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവും.